പാഞ്ചാലിയമ്മ എന്നോടൊരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ എന്തിനൊന്നും ഇവിടെ ചോദിട്ടെ അവിടെ വേറൊരു വീടിന്റെ തിരക്കിലുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിട്ട് വന്നു. അപ്പൊ അന്നേരമാണ് വഴി തടുത്ത് നിർത്തിയിട്ട് പാഞ്ചാലിയമ്മ പറഞ്ഞൊരു വീട്. അപ്പൊ ഞാൻ വിചാരിച്ചു പാഞ്ചാലിയമ്മ വന്നപ്പോ പാഞ്ചാലിയമ്മയുടെ വീടിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അമ്മ വന്നത് വേറൊരാളുടെ വീടിന് വേണ്ടിയിട്ടാണ്. ആ അമ്മയുടെ ഒരു അമ്മ മനസ്സുകൂടിയാണ്. അമ്മ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളല്ല. എന്നിട്ട് എനിക്ക് വീട് വേണം എന്നല്ല പറഞ്ഞത്, അവർക്കൊരു വീട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വീട് ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിനകത്ത് പാഞ്ചാലിയമ്മ വന്ന് പറഞ്ഞതിനകത്തും ഒരു വലിയ റോളുണ്ട്. അപ്പൊ എല്ലാവർക്കും സ്നേഹാശംസകൾ. നമ്മുടെ ഈ പദ്ധതി വൈകില്ല, നമുക്കൊരു 3-4 മാസം കൊണ്ട് തന്നെ രതീഷ് ചേട്ടനും ഹൈമാവതി ചേച്ചിക്കും പുതിയ വീട്ടിൽ കടക്കാൻ പറ്റും. ഇങ്ങനെയും ഒരു ജനപ്രതിനിധിയോ രാഹുൽ എന്ത് ഭാവിച്ചിട്ടാണ്? പാലക്കാടിന്റെ മണ്ണില് ജനങ്ങൾ ആവശ്യങ്ങൾ വന്ന് പറയുകയാണ്. പറയുന്ന ആളുകൾ എന്റേത് എന്നല്ല, നമ്മൾ സ്വാർത്ഥരായിട്ടുള്ള പലപ്പോഴും നമ്മൾ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും സ്വാർത്ഥരായി പോവാറുണ്ട്. ഇപ്പോ രാഹുലിനോട് വന്ന് പറഞ്ഞ ആ പാഞ്ചാലി അമ്മ, ആ അമ്മയുടെ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവര് വലിയ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന വ്യക്തിയല്ല. എന്നിട്ടും അവരുടെ ആവശ്യം എന്തായിരുന്നു? അവരുടെ ആവശ്യം വീട് വേണ്ടത് എനിക്കല്ല, മറ്റുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കൊരു വീട് അത് നിർമ്മിച്ചു നൽകണമെന്ന് രാഹുലിനോട് പറയുമ്പോൾ ഇത്രയും നിസ്വാർത്ഥരായ ആളുകൾക്ക് ചുറ്റും അതിനേക്കാൾ ഏറെ നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ ജീവിച്ചങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് വിമർശകർക്ക് മുന്നില്, ഈ പറയുന്ന വേട്ടക്കാർക്ക് മുന്നില്, ഈ പറയുന്ന മാധ്യമ വിചാരണകൾക്ക് മുന്നില്. ഒരു മനുഷ്യനെ പച്ചക്ക് നിർത്തിയിട്ട് ആ മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നാൻ ഇവരെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഇവർ അത് ശ്രമിച്ച ആളുകളാ. അവിടെയാണ് രാഹുൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA, പാലക്കാടിന്റെ ജനനായകൻ വ്യത്യസ്തനാകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ 10ാമത്തെ വീടിന്റെ തറക്കല്ലിടുന്ന സമയത്ത് ആ വീടിനെ കുറിച്ച്, ആ വീട്ടിലേക്ക് എത്തിയതിനെ കുറിച്ച് രാഹുൽ ഇങ്ങനെ വാചാലനാകുമ്പോ പാലക്കാട്ടെ ജനം അതിന് കൈയടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തില് വലിയ ഒരു ആശ്വാസമാകുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, സാധാരണ ജനപ്രതിനിധികൾ എല്ലാവരും അവരുടേതായ റോളുകൾ വഹിക്കാറുണ്ട്. നമ്മളിവിടെ ആരെയും മോശമാക്കി കാണിക്കുന്നൊന്നുമില്ല. അതിൽ എനിക്ക് തോന്നുന്നു പ്രവർത്തന മേഖല കൊണ്ട് രാഹുലിനെ കീഴടക്കാൻ കഴിയുന്ന ആളുകൾ ഇന്ന് കേരളത്തിന്റെ ജനപ്രതിനിധികളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ആളുകളോടൊപ്പം മുൻപന്തിയിൽ നിൽക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. പല ജനപ്രതിനിധികളും പല പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കാര്യമായിട്ട് വളരെ എന്താ പറയേണ്ടത്, അതിന്റെ ഗൗരവത്തിൽ അതിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വ്യക്തമായി ആ ജനതയ്ക്ക് വേണ്ടി അവർ ആരെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഒരു ജനതയ്ക്ക് വേണ്ടി വലിയ വ്യക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ രാഹുൽ മാത്രമേ MLA എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങ് തകർക്കുന്നുള്ളൂ എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷേ രാഹുൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA ഈ മുൻപന്തിയിൽ നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളും MLA എന്നുള്ള രീതിയിൽ തന്റെ ദൗത്യങ്ങളും അത് പരിപൂർണമായുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപൂർണമായ ശ്രമങ്ങൾ നടത്തുന്ന ജനപ്രതിനിധികളിൽ ഒരാളാണ്, മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 10ാമത്തെ വീടിന്റെ തറക്കല്ലാണ് ഇന്നലിട്ടത്. ആ 10ാമത്തെ വീടിന്റെ തറക്കല്ലിട്ടിട്ട് രാഹുല് പറഞ്ഞ അടുത്ത ഒരു വാക്കുകൾ കൊണ്ട് 3-4 മാസം, ആ 3-4 മാസം കൊണ്ട് ഈ കുടുംബത്തിന് ഈ വീട്ടിലേക്ക് കയറിക്കൂടാൻ സാധിക്കുമെന്നുള്ളത്, അവർക്ക് ആ ഒരു പുതിയ ഭവനത്തിൽ അവർക്ക് കയറി താമസിക്കാൻ കഴിയുമെന്നുള്ള കാര്യം രാഹുൽ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന ആളുകൾ ഇപ്പൊ ഈ 10ാമത്തെ വീടിന് തറക്കല്ലിടുമ്പോഴും 1 മുതൽ 10 വരെയുള്ള ഈ 10 ആളുകൾ അവരുടെ ഒരു ജീവിതം കൊണ്ട്, അവരുടെ പ്രയത്നം കൊണ്ട്, അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഈ പറയുന്ന ഒരു സ്വപ്ന ഭവനം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള 10 ആളുകൾക്കാണ് ഇപ്പോൾ പാലക്കാട്ട് അവരുടെ വീടിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യമൊക്കെ തുടങ്ങിയ വീടിന്റെ നിർമ്മാണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം പൂർത്തിയാകാറായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുമുണ്ട്.
അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന ഈ ഒരു കാര്യം തന്നെ ധാരാളം മതിയാകും രാഹുലിന് 2026 ഇലക്ഷനിൽ പാട്ടും പാടി വിജയിച്ചു കയറാൻ. ഈ പറയുന്ന പ്രവർത്തനങ്ങൾ തന്നെ ധാരാളം മതിയാകും എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുല് വഴി അടുത്ത മറ്റൊരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന രാഹുലിനെ തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ രാഹുലിനോട് ആവശ്യം പറഞ്ഞതാണ് പാഞ്ചാലിയമ്മ. അതും പാഞ്ചാലിയമ്മ പറഞ്ഞത് എനിക്ക് വീട് വേണമെന്നല്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നിസ്വാർത്ഥരായ ആളുകൾ പാലക്കാട്ടെ, പാവങ്ങളായിട്ടുള്ള ആളുകൾ, പാവങ്ങളെന്ന് ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഈ സാമ്പത്തിക സ്ഥിതി മാത്രം വെച്ചിട്ട് ആ സാമ്പത്തിക സ്ഥിതി മാനദണ്ഡമാക്കിയിട്ട് പാവങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്. നിഷ്കളങ്കളായിട്ടുള്ള ആളുകള്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അവരിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ആളുകളുണ്ട്, സാമ്പത്തിക സ്ഥിതി ഭദ്രതയുള്ള ആളുകളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അവർ വളരെ നിസ്വാർത്ഥരാണ്, അവർ നിഷ്കളങ്കരാണ്. അങ്ങനത്തെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ തന്നെ ധാരാളമാണ്. അയാളുടെ 2026 എന്നല്ല, അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ ഊർജം നൽകുന്ന പിന്തുണയാണ് പാലക്കാടിന്റെ ജനത നൽകുന്നത്. വലിയ പിന്തുണ. ആ പിന്തുണകളെ മറികടക്കാൻ ഈ പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോ വിവാദങ്ങളോ പുകമറകളോ ഒന്നിനും പര്യാപ്തമല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിലും നിങ്ങളൊന്നൊരു കാര്യം ആലോചിച്ച് നോക്കുക. രാഹുല് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയാണോ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA, അയാൾ അങ്ങനെ മാറ്റി നിർത്തിപ്പെടേണ്ട, അല്ലെങ്കിൽ പടിയടച്ച് പിണ്ടം വെക്കേണ്ട, നായി തൊട്ട കലം പോലെ മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയാണോ രാഹുൽ മാങ്കൂട്ടം? നെവർ എവർ. രാഹുൽ എന്ന് പറയുന്നത് വളരെ കഴിവുള്ള, പ്രാപ്തിയുള്ള, ഊർജ്ജസ്വലനായ, ചങ്കൂറ്റമുള്ള, നട്ടലുള്ള നേതാവാണ്. അയാൾ ഒരു പ്രസ്ഥാനത്തിന്റെ അസറ്റാണ്. അത് പ്രസ്ഥാനത്തിന് ആ കാര്യങ്ങളിലൊക്കെ നല്ല ബോധ്യമുണ്ട്. പക്ഷേ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെന്തിനാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത്? അത് ആരോപണങ്ങൾ വരുമ്പോൾ ആ വ്യക്തിയെ മാറ്റി നിർത്തി അന്വേഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അത് ആ അന്വേഷണം അത് നീതിപക്ഷമാകണമെങ്കിൽ, നീതിക്കുള്ളതാവണമെങ്കിൽ, നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാവണമെങ്കിൽ അയാളെ മാറ്റി നിർത്തി അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എന്താ പറയേണ്ടത്, വലിയ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് രാഹുലിനെതിരെ ഈ പറയുന്ന വിവാദങ്ങൾ ഉയരുന്നത്. MV ഗോവിന്ദന്റെ മകനുമായി ഉണ്ടായ ആരോപണങ്ങൾ, അത് കഴിഞ്ഞ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞ് PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നിരവധി സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടേണ്ട ഒരു സന്ദർഭത്തിലാണ് രാഹുലിനെതിരെ ആരോപണം ഉയർന്നത്. അങ്ങനെ ഒരു ഘട്ടത്തില് ഈ പറയുന്ന രാഹുലിനെതിരെ നടപടി എടുക്കാതെ രാഹുലിനെ സംരക്ഷിച്ച് പിടിക്കാൻ പാർട്ടി തയ്യാറായി കഴിഞ്ഞാൽ പാർട്ടി രാഹുലിനെ പ്രതിരോധിക്കുന്ന വിഷയങ്ങൾ മാത്രം മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടലാണ് പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് രാഹുലിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നതും അയാളെ താൽക്കാലികമായി മാറ്റി നിർത്തുന്നതും. ആ ഒരു കാര്യത്തിൽ നമുക്ക് പാർട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. പാർട്ടി പ്രതിരോധത്തിലാവാതെ നോക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് രാഹുലിനെതിരെ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആ നടപടികളിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം താൻ പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടാലും താൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പാലക്കാടിന്റെ MLA ആണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പാലക്കാടിന്റെ മക്കൾക്ക് വേണ്ടി വളരെ സജീവമായ ഇടപെടലുകളാണ് നടത്തുന്നത്. ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ടു, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. കൽപ്പാത്തിയിലെ രഥോത്സവവുമായി ബന്ധപ്പെട്ട് കൽപ്പാത്തിയിൽ ഒരു വലിയ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. കൽപ്പാത്തിയിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിരായിരിയിൽ, കണ്ണാടിയില്, പാലക്കാട് നഗരസഭയില് ഈ പറയുന്ന പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ പാലക്കാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അതിലൊക്കെ വളരെ സജീവമായ ഇടപെടലുകളും രാഹുൽ മാങ്കൂട്ടം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ
ഈ പറയുന്ന ചേർത്ത് നിർത്തൽ അത് തന്നെയാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പരിഗണിക്കേണ്ട കാര്യമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം പലപ്പോഴും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് സാധിക്കണമെന്നില്ല. കാരണം അയാൾക്ക് അതിൻ്റെതായ പല ലിമിറ്റേഷനുകളുണ്ട്. അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകളുടെ ലിമിറ്റേഷനുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവരുടെയും പരാതികൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു പ്രവർത്തനമാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം രാഹുൽ എന്താണെങ്കിലും പാലക്കാട്ട് അത് 100% അയാൾ പൂർത്തീകരിക്കുന്നുണ്ട്, വിജയകരമായി പൂർത്തീകരിക്കുന്നുണ്ട്. തന്നോട് ആവലാതികൾ പറയാൻ, പരാതികൾ പറയാൻ, തനിക്ക് നിവേദനങ്ങൾ നൽകാൻ വരുന്നവരെ കേൾക്കാനുള്ള മനസ്സ് അത് രാഹുലിനുണ്ട്. അത് പാലക്കാട്ടെ ജനം തിരിച്ചറിയുന്നുമുണ്ട്.